ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു തുടങ്ങി. അപ്പോൾ ടെക്സ്റ്റിനകത്ത് നമ്മളൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. വായിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെയും വായിച്ചു നോക്കുക, ടെക്സ്റ്റ് വായിച്ചു നോക്കുക. കിട്ടാത്തവരാണെങ്കിൽ പഴയ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞവർ എഴുതുന്ന ടെക്സ്റ്റ് വാങ്ങിയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് നല്ല വൃത്തിക്ക് വായിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തായിരുന്നു പറഞ്ഞത്? അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന കവിയും കുറച്ച് കൂട്ടുകാരും കൂടി ബദ്രിയിലേക്ക് പോവുകയായിരുന്നു. ബദ്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വീട്ടിലെത്തുകയും വഴി വയ്ക്കാൻ വേണ്ടി ഒരു വീട്ടിലെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ അയാൾ വന്നു, ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു വന്നത്. ആ പെൺകുട്ടി വന്നിട്ട് പകച്ചു നിന്നു. അതോടൊപ്പം തന്നെ അവർ അകത്ത് പോയിട്ട് തൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഇതെല്ലാം പറഞ്ഞു. അപ്പം ഡൽഹിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്താ ആ അച്ഛന് ഒരു താല്പര്യം, തൻ്റെ നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട് തൻ്റെ മകൻ എവിടെയോ പോയേക്കാണ്, നാട് വിട്ട് പോയേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ കൂടുതൽ അറിയണം എന്ന് തോന്നി. അയാൾ പെട്ടെന്ന് ദാ വരുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയതാണ്. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ അടുത്ത ക്ലാസ്സിലാണ്, ഇപ്പൊ ഈ ക്ലാസ് തൊട്ട് അയാൾ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുക, അയാൾ വരുമോ അതോ വേറെ ആരെങ്കിലും ആണോ അകത്തുനിന്ന് വരുന്നത് എന്നറിയണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു? ഞാൻ ബദ്രയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ അയാൾ പറഞ്ഞു, ബാബു ഒരു നിമിഷം നിൽക്കണം, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഇത്രയും പറഞ്ഞ അയാൾ ധൃതിയിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. അയാൾ തിരികെ വന്ന് അകത്തുനിന്ന് ഒരു ബെഞ്ച് എടുത്തുകൊണ്ടാണ് കണ്ടോ അയാൾ തിരിച്ചു വന്നപ്പോൾ എന്താ, അയാൾ ധൃതിയിൽ ദാ വരുന്നു എന്ന് പറഞ്ഞ അകത്തേക്ക് പോയ ആള് തിരിച്ചു വരുന്ന ഒരു ബെഞ്ചുമായിട്ടാണ് വരുന്നത്. ബാബു ഇരിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം ആ വീട്ടിലുള്ള മാസം നമ്മുടെ കവി എടുത്ത് പറഞ്ഞു, ബാബു ഇരിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാൾ വീണ്ടും അകത്തേക്ക് പോയി. ഇത്രയും പറഞ്ഞിട്ട് അയാൾ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്തു, അകത്തേക്ക് പോയി. തെല്ലിട കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാളുടെ പക്കൽ ഒരു കത്തുണ്ടായിരുന്നു. അയാൾ അത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു. അപ്പൊ എന്താ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ അയാൾ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിപ്പോയി. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കത്തുമായിട്ടാണ് വന്നത്. ഈ കത്ത് നമ്മുടെ കവിയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ബാബു ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് നോക്കൂ, എൻ്റെ മകന്റെ കത്താണിത്. വെളിച്ചം കുറഞ്ഞ ബാൾപെൻ കൊണ്ട് വടിവല്ലാത്ത ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്ത്. അപ്പൊ എന്താ ഇതെന്താ തന്റെ മകന്റെ അഡ്രസ് ആണെന്ന്. അപ്പൊ അയാൾ കത്ത് നോക്കിയപ്പോ എന്താ കണ്ടത്, തെളിച്ചം കുറഞ്ഞ ബാൾപെൻ കൊണ്ട് വടിവല്ലാതെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്ത്. അതിന് താഴെ വലുതായി വിക്രം സിംഗ് എന്നും അതോടൊപ്പം ഡൽഹിയിലെ ഒരു മേൽവിലാസം എഴുതിയിരിക്കുന്നു അയാൾ. അപ്പൊ എന്തായിരുന്നു ആ ലെറ്ററിനകത്ത് ഒരു ഡൽഹിയിലെ ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നു, അതിൽ കൂടെ തന്നെ വിക്രം സിംഗ് എന്ന് എഴുതിയിരിക്കുന്നതും കണ്ടു. അപ്പൊ അയാൾ തുടർന്നു, ബാബു എൻ്റെ മകൻ പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. 4-5 മാസം മുമ്പാണ് ഈ കത്ത് കിട്ടിയത്. എവിടെ ജോലി കിട്ടിയത്രേ. അതിനുശേഷം കത്തുകളൊന്നുമില്ല. ഞാൻ 1-2 കത്ത് അയച്ചിട്ട് മറുപടിയില്ല. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ദയവായി നിങ്ങൾ അവനെ കാണണം, അവൻ സുഖമായിട്ടിരിക്കുകയാണോ എന്നറിയണം. അപ്പൊ എന്താണ് പറയുന്നത്, അപ്പം ബാബു എൻ്റെ മകൻ പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. അപ്പൊ എന്താ തൻ്റെ മകൻ പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. 4 മാസം മുമ്പ് വന്നൊരു കത്താണ് ആ കത്ത്. അപ്പൊ എന്താ 4 മാസം മുമ്പ് മകനൊരു കത്ത് അയച്ചു. ഈ കത്താണ് നമ്മുടെ രചയിതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത് ഈ അഡ്രസ്സ് നോക്കാനായിട്ട്. പറയുന്നുണ്ട് കത്ത് കിട്ടിയിട്ട് 4 മാസം മുമ്പാണ് കത്ത് കിട്ടിയത്. എവിടെ ജോലി കിട്ടിയത്രേ. അപ്പൊ മകന് എവിടെയോ ജോലി കിട്ടി. അതിനുശേഷം കത്തുകളൊന്നുമില്ല. ജോലി കിട്ടിയെന്നൊരു വിവരം പറഞ്ഞു, അതിനുശേഷം പിന്നെ കത്തുകളൊന്നുമില്ല. ഞാൻ 1-2 കത്ത് അയച്ചിട്ട് മറുപടിയുമില്ല. അപ്പൊ ഈ കത്ത് കിട്ടിയ സന്തോഷത്തിൽ അച്ഛൻ ഇതേ അഡ്രസ് തന്നെ അങ്ങോട്ട് കത്തയച്ചു. കത്തയച്ചതിന് ശേഷം തിരിച്ചു കഴിഞ്ഞിട്ട് മറുപടിയും ഇല്ല. അപ്പൊ എന്താണ് അതിനകത്ത് പറയുന്നത്, ഡൽഹിയിൽ ചെല്ലുമ്പോൾ ദയവായി നിങ്ങൾ അവനെ കാണണം. അപ്പോൾ ഒരു അച്ഛന്റെ അപേക്ഷ എന്ന രീതി നമുക്ക് കണക്കാക്കാം. എന്ത് പറഞ്ഞു, ദയവായിട്ട് ഡൽഹിയിൽ തിരിച്ചു ചെല്ലുമ്പോൾ എന്താ അവനെ ഒന്ന് കാണണം, അവൻ സുഖമായിട്ടിരിക്കുകയാണോ എന്ന് അറിയണം. അപ്പൊ എന്താ ഒരു മകൻ പോയിട്ട് 1.5 കൊല്ലമായില്ലേ, മകനെ പറ്റി ഒരു വിവരവും ഇല്ല. അപ്പൊ അച്ഛനുണ്ടാകുന്ന ഒരു വിഷയം നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അപ്പം അവൻ നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ വരുമ്പോ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, തന്റെ മകന്റെ അടുത്ത് നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പൊ അവനെ പറ്റി അറിയാൻ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടുമെന്ന് സന്തോഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ അവിടെ ഡൽഹി ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ മകൻ എവിടെയാണെന്ന് അന്വേഷിക്കണം, അവന് സുഖമായിട്ടിരിക്കുന്നോ എന്നൊന്നും അറിയണമെന്ന്.
പയ്യൻ എത്ര വയസ്സുണ്ട് ഞാൻ തിരക്കി. അപ്പൊ നമ്മുടെ കവി ചോദിച്ചു എന്ത് പയ്യൻ എത്ര വയസ്സുണ്ട്. ഇതിന്റെ നേരെ മൂത്തതാണ് 14 വയസ്സായി. അപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യം അകത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയോ ഇറങ്ങി വന്നെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതിന്റെ നേരെ മൂത്തതാണ്. അപ്പൊ ഇതിന്റെ മൂത്ത ആൺകുട്ടിയാണ്, 14 വയസ്സായി. അയാൾ കുടലിന്റെ വാതിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വാതിൽക്കൽ ആദ്യം കണ്ട പെൺകുട്ടിയുടെ മുഖം കണ്ടു. അയാൾ വാതിൽക്കലേക്ക് ചൂണ്ടിട്ടാണ് പറഞ്ഞത് എന്താ ഇതിന്റെ നേരെ മൂത്തതാണത്, 14 വയസ്സുണ്ട്. അപ്പൊ ചൂണ്ടിക്കാണിച്ച ആരെയാ? ആദ്യൊരു പെൺകുട്ടി വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ പെൺകുട്ടിയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പറയുന്നത്. അയാൾക്ക് പിന്നെ കുറെ പ്രായം ചെന്ന സ്ത്രീ, അവർ ആ കുട്ടിയുടെ അമ്മയാണെന്ന് ഞാൻ കരുതി. അപ്പൊ എന്താ അവരുടെ പുറയില് പ്രായം ചെന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ കവി വിചാരിച്ച എന്താ അയാളുടെ അമ്മയാണെന്ന്. അപ്പൊ എന്താ ഒരു പെൺകുട്ടി അകത്തുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ അപ്പുറത്തൊരു അമ്മയുണ്ട്, വയസ്സായ സ്ത്രീയുണ്ട്. അപ്പൊ അവന്റെ അമ്മയാണെന്ന് ഞാൻ കരുതി. അനേകാഴികൾക്ക് അപ്പുറത്ത് മഹാനഗരത്തിൽ അനാഗാത്മസ്രുവായ ഒരു ബാലൻ. അയാളുടെ ഉത്കണ്ഠ സ്വാഭാവികം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് വിഷമമുണ്ടായില്ല. അപ്പൊ എന്താ അത്രയും വലിയൊരു നഗരത്തിൽ തന്റെ മകൻ ഒറ്റയ്ക്കാണ് എന്നൊരു ഉത്കണ്ഠ ഉണ്ടല്ലോ. അതായത് നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മളെ വിടുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, അതിനപ്പുറത്താണ് ഇപ്പൊ ഇവർക്കുണ്ടെങ്കിൽ വിഷമം. എന്താ നാട് വിട്ടു പോയൊക്കെയാണ്, ഒന്നും അറിയില്ല. അപ്പം അത്രയും വലിയ നഗരത്തിൽ ഒറ്റയ്ക്കായി പോയൊരു ബാലൻ, ആ ഒരു ഉത്കണ്ഠയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഉത്കണ്ഠ സ്വാഭാവികം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് വിഷമം ഉണ്ടായില്ല. ഒരകന്ന ബന്ധുവിന്റെ കൂടെയാണ് അവനെ അയച്ചിരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞ ഒരകന്ന ബന്ധുവിന്റെ കൂടെയാണ് അവനെ അയച്ചിരിക്കുന്നത്. മകളുടെ വിവാഹപ്രായമാകുമ്പോഴേക്കും എന്തെങ്കിലും കരുതിയിരിക്കണം. ചെറുക്കൻ അവിടെ ചെന്നാൽ ഇവിടെ എന്നാൽ വിശേഷമൊന്നുമില്ല. അപ്പൊ എന്താ തനിക്ക് ഒരു അനിയത്തിയുണ്ട്, അല്ലെങ്കിൽ തന്റെ മകളുടെ വിവാഹപ്രായമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കരുതണം അല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ ഒന്നും സംഭവിക്കില്ല. അതായത് ഇവിടെ നിന്ന് ഒരു ജോലിയും കിട്ടാറില്ല. അപ്പൊ വേറെ സ്ഥലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവും, ജോലി കിട്ടും. അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹപ്രായം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കരുതണം. ഈ ഒരു ചിന്ത വെച്ചിട്ടാണ് അവനെ അയച്ചിരിക്കുന്നത്. സേട്ടിന്റെ ഈ ഓറഞ്ച് തോട്ടങ്ങൾ നോക്കി നിന്നാൽ കഷ്ടിച്ച് 1-2 ഉണക്കറൊട്ടി തിന്നാം. അപ്പൊ എന്താ സേട്ട് എന്ന് പറഞ്ഞ ഒരാളുടെ അവിടുത്തെ ജോലി ചെയ്യാണ് നമ്മുടെ ഈ പോയ കുട്ടിയുടെ അച്ഛൻ. അപ്പൊ ഇവിടുത്തെ ഓറഞ്ച് തോട്ടങ്ങൾ നോക്കി നിന്നാൽ നമ്മൾ തുടക്കത്തിലെ പറയാനല്ലേ, ഓറഞ്ച് തോട്ടങ്ങൾ കിളിച്ചിരിക്കുക നമ്മൾ തുടക്കത്തിലെ പറയും. അപ്പൊ സേട്ടിന്റെ ആണ് ആ ഓറഞ്ച് തോട്ടം. ഈ ഓറഞ്ച് തോട്ടം നോക്കിക്കൊണ്ടിരുന്നത് എന്താ 1-2 ഉണക്കറൊട്ടികൾ തിന്നാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രയോജനം ഇല്ലാണ്ടോ. ആ 2-3 ഉണക്കറൊട്ടി തിന്നാം, അല്ലാതെ ഒരു പ്രയോജനമില്ല. അല്ലാതെ അവർക്കൊരു സമ്പാദ്യമോ അല്ലെങ്കിൽ അവർക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അളകനന്ദയുടെ ഇങ്ങേക്കരയിൽ ആ വിസ്തൃതമായ സമതലത്തിൽ ഓറഞ്ച് തോട്ടങ്ങൾ മുഴുവനും ശ്രീനഗറിലേക്കുള്ള മോഹൻലാൽ ഗൗർ എന്നൊരു ജമീന്ദാരുടെ വകയാണെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ആ ജമീന്ദാറുടെയാണ് വകയെന്ന് പറഞ്ഞു. അതായത് ആ ഓറഞ്ച് തോട്ടങ്ങളും സമതലങ്ങളും എല്ലാം അവിടുത്തെ മോഹൻലാൽ ഗൗർ എന്നൊരു ജമീന്ദാറുടെ വകയാണെന്ന് അയാൾ പറഞ്ഞു. വിളവെടുപ്പാറാകുമ്പോഴത്തേക്ക് ജമീന്ദാക്കൾ അളകനന്ദയുടെ തീരങ്ങൾ ഒട്ടനേകം തോട്ടങ്ങളുണ്ടെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ എന്താ ഇത് വിളവെടുക്കാറാകുമ്പോഴത്തേക്ക് കുറെ ആൾക്കാരും എല്ലാരും വന്ന് കൂലിക്കാരും വന്ന് ഇതെല്ലാം വിളവെടുത്ത് ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകും, വിളവെടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ആ അളകനന്ദയുടെ തീരത്ത് അയാൾക്ക് ഒട്ടനേകം തോട്ടങ്ങളുണ്ട് എന്നും അയാൾ പറഞ്ഞു. കൂടാതെ 20,000-ലധികം ചെമ്മരിയാടുകളും ഉണ്ട്. ഇത് കൂടാതെ ഓറഞ്ച് തോട്ടം കൂടാതെ എന്തുണ്ട് 20,000-ലധികം ചെമ്മരിയാടുകളും ഉണ്ട്. തന്റെ പൂർവികരും അത്ര ജമീന്ദാർ കുടുംബത്തിന് ആശ്രിതരായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. എന്താ തന്റെ പൂർവികർ, ഇവരുടെ മുമ്പുള്ളവർ എന്തായിരുന്നു, ഈ ജമീന്ദാരുടെ കുടുംബത്തിലെ ആശ്രിതരായിരുന്നു. അവരെ ആശ്രയിച്ചായിരുന്നു അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ചെറു ഗ്രാമം അതിനു ചുറ്റുമുള്ള ഫലഭൂഷ്ടമായ സമതലവും മുഴുവൻ ജമീന്ദാരുടെയും കുടിയാളന്മാരുടെയും അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ എന്താ ആ സമതലവും അതിനു ചുറ്റുമുള്ള വസ്തുവകളും അല്ലെങ്കിൽ ആ ഗ്രാമവും എല്ലാം എന്തായിരുന്നു ജമീന്ദാരുടെയും അയാളുടെ കൂട്ടുകാരുടെയാന്ന് അയാളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഇതിനിടയിൽ അയാളുടെ ഭാര്യ ഒരു അലൂമിനിയം ടബ്ബറിൽ ആവി പറക്കുന്ന ചായ കൊണ്ടുവന്നു. അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാളുടെ ഭാര്യ എന്ത് ചെയ്തു, ചായ കൊണ്ടുവന്നു. അപ്പൊ അയാൾ അകത്തേക്ക് പോയപ്പോൾ പറഞ്ഞാണോ അല്ലേ ചായ കൂടെ എടുക്ക്, സംസാരിക്കൊണ്ട് നമ്മുടെ മകന്റെ അടുത്ത് നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞു കാണും. അപ്പൊ
ചായയായിട്ട് വന്നു. അയാൾ പറഞ്ഞു, ബാബു ഞങ്ങൾ സാധുക്കളാണ്, ക്ഷമിക്കണം, ചായക്ക് പാലില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞു, ബാബു ഞങ്ങൾ സാധുക്കളാണ്, അതായത് ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ചായക്ക് പാലില്ല, അപ്പൊ കട്ടൻ ചായയാണ് കൊണ്ടുവന്നത്. ഞാൻ പാലൊഴിക്കാത്ത ചായയാണ് ഇഷ്ടപ്പെടുന്നതെന്നും ആ ചെറു കുടുംബവുമായി കണ്ടുമുട്ടിയതിൽ അയാൾ അതീതമായ സന്തോഷമുണ്ടെന്നും പറഞ്ഞ് ശർക്കര ചേർത്ത ആ കറുത്ത ചായ ഊതി കുടിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ അയാൾ പറഞ്ഞു, ബാബു ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് പാലൊഴിച്ച് ചായ തരല്ല, ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, അപ്പൊ എന്താ ഞങ്ങളത് ക്ഷമിക്കണം, എത്രയും പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ, നേരത്തെ പറഞ്ഞു ഓറഞ്ച് തോട്ടങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ എന്താ 1-2 ഉണക്ക റൊട്ടി തിന്നാനുള്ള കാര്യങ്ങളെ കിട്ടും, അതിനപ്പുറത്തേക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മകനെ ജോലിക്കായിട്ട് അയച്ചത്. അപ്പൊ ഇതും കൂടെ പറഞ്ഞപ്പോൾ നമ്മുടെ കവി എന്ന് പറഞ്ഞു, ഞാൻ പാലൊഴിക്കാത്ത ചായയാണ് ഇഷ്ടപ്പെടുന്നതെന്നും ആ ചെറു കുടുംബവുമായി കണ്ടുമുട്ടിയതിൽ അതീവമായ സന്തോഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആ ചായ, ശർക്കര ചേർത്ത കറുത്ത ചായ കുടിച്ചു. അപ്പൊ എന്താ നമ്മുടെ കവി എന്ന് പറഞ്ഞു, എനിക്ക് പാലൊഴിക്കാത്ത ചായയാണ്, അല്ലെങ്കിൽ എനിക്ക് കട്ടൻ ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെന്താ, നിങ്ങളുമായിട്ട് സംസാരിച്ചാൽ നിങ്ങളെ കണ്ടുമുട്ടിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നും ബാബു പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ആ ചായയും കുടിച്ചു. ഞാൻ വാതുക്കൽ നിന്ന് കുട്ടിയെ വിളിച്ചു ചോദിച്ചു, നിന്റെ പേരെന്താണ്? ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ വാതുക്കൽ ഞാൻ പറയാം, നേരത്തെ ആ കുട്ടി നിൽപ്പുണ്ടെന്ന്. ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൾ ആദ്യം വന്ന് പരുങ്ങി. അവളുടെ അച്ഛനെയും തൊട്ടടുത്ത് നിന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ നമ്മളായാലും നമ്മുടെ വീട്ടിലാരെങ്കിലും വന്നു കഴിയുമ്പോൾ അറിയാൻ വയ്യാത്ത നമ്മള് പേര് വയ്ക്കും. പിള്ളേരെ നമ്മുടെ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം എന്താ നമ്മുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തേക്കോ നോക്കിയിട്ടൊന്ന് പരുങ്ങും, അല്ലെങ്കിൽ പേടിക്കും. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, എടി നാണിക്കാതെ പേര് പറഞ്ഞു കൊടുക്ക്, ഈ ബാബുവിന് നിന്റെ ചേട്ടനെ കാണും. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞു, എടി നീ നാണിക്കാതെ എന്താ പേര് പറഞ്ഞു കൊടുക്ക്, ഈ ബാബു എന്ത് ചെയ്യും, നിന്റെ ചേട്ടനെ കാണും. അപ്പോൾ അവളുടെ കവളത്ത് തെളിഞ്ഞു വന്ന നുണക്കുഴികളുടെ അഴകും കണ്ണുകളിൽ മിന്നിമറന്ന നക്ഷത്രപ്രഭയും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുമെന്ന് തോന്നിയില്ല. അപ്പൊ തന്റെ ചേട്ടന്റെ അടുത്ത് നിന്നാണ് വരുന്നത്, തന്റെ ചേട്ടനെ കാണുമെന്നറിഞ്ഞപ്പോ അവളുടെ മുഖത്തുണ്ടായ ചിരി, അപ്പൊ ആ ചിരിയിൽ നുണക്കുഴിയുണ്ട്. അപ്പൊ ആ നുണക്കുഴിയുടെ അഴകും തന്റെ ആ പെൺകുട്ടിയുടെ കണ്ണിൽ വിരിഞ്ഞ സൗന്ദര്യം, അതായത് ആ ആകാംക്ഷ, അല്ലെ തന്റെ സഹോദരന്റെ അടുത്താണെന്നാണ് വരുന്നത് പറഞ്ഞപ്പോൾ ആ ആകാംക്ഷയും തന്റെ സഹോദരൻ അറിയുമെന്നുള്ള സന്തോഷം കൊണ്ടുവരപ്പോ തന്റെ കണ്ണിലുണ്ടായ പ്രഭയും ഇതൊരിക്കലും നമ്മുടെ കവിക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നില്ല. നിർമ്മലമായ മുഖം, ചീഞ്ഞൊഴുകുന്ന ശവശരീരങ്ങളുടെയും ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുടെയും ലോകത്ത് നിന്നും എന്റെ മനസ്സിനെ പൊടുന്നതിനെ മാരിവില്ലുകളുള്ള വർണ്ണങ്ങളുടെയും കസ്തൂരികളുടെയും പരിമണമുള്ള ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ എന്താ പറയുന്നത്, നിർമ്മലമായ മുഖം, അതായത് വളരെ സത്യസന്ധവും അല്ലെങ്കിൽ ആ ഒരു സ്നേഹമുള്ള ഒരു മുഖം, എന്താ ചീഞ്ഞൊഴുകുന്ന ശവശരീരങ്ങളുടെയും ദുർഗന്ധം വഹിക്കുന്ന വ്രണങ്ങളുടെ ലോകത്ത് നിന്നും, അതായത് അഴുക്ക് പിടിച്ച ലോകം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ, ആ ഒരു സ്മെല്ലുള്ള ലോകത്തും, അതായത് വ്രണങ്ങളുടെ, അതായത് ദുർഗന്ധം വമിക്കുന്ന, അതായത് മുറിവുകളൊക്കെ ഉണ്ടായിട്ട് പഴുത്ത് ഒരു വാടയൊക്കെ വരുന്ന ഒരു വ്രണങ്ങൾ, അപ്പോൾ അതിൻ്റെയും ലോകത്ത് നിന്ന്. അപ്പം ആ ഒരു 2 ലോകങ്ങൾ നമ്മളുടെ വ്യത്യസ്തമാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് നിറഞ്ഞ ലോകങ്ങൾ, അതായത് ആൾക്കാരുടെ മനസ്സിലുള്ള അഴുക്കോ അതെല്ലാം നിറഞ്ഞ ലോകത്ത് നിന്നും എന്താ പറയുന്നത്, വർണ്ണങ്ങളുടെയും കസ്തൂരികളുടെയും പരിമളമുള്ള ഒരു ലോകത്തേക്കും തിരിച്ചു കൊണ്ടുവന്നു. അതായത് ഈ കുട്ടികളുടെ ആ നുണക്കുഴി, അതായത് തന്റെ ചേട്ടനെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷപ്പെടുന്ന ചിരി, ആ ചിരിയിലുള്ള നുണക്കുഴി, തന്റെ ആ കുട്ടിയുടെ കണ്ണിൽ കണ്ട പ്രഭയും അയാളെ ഒരു വേറൊരു ലോകത്തേക്ക് എത്തിച്ചു എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അവൾ പറഞ്ഞു സിംല. അപ്പൊ കുട്ടി തന്റെ പേര് പറഞ്ഞതാണ്, എന്താ, സിംല. അത് കഴിഞ്ഞ് അകത്തേക്ക് ഒറ്റയോട്ടം, പേരും പറഞ്ഞിട്ട് ഒറ്റയോട്ടം അകത്തേക്ക്. ഞാൻ അയാളുടെ പേര് ചോദിച്ചു, മനസ്സിലാക്കി. അപ്പം കുട്ടി ഇത് പേര് പറഞ്ഞ് സിംല എന്ന് പേര് പറഞ്ഞിട്ട് ഒറ്റയോട്ടം അകത്തേക്ക്. ഞാൻ അയാളുടെ പേര് ചോദിച്ച് മനസ്സിലാക്കി. അതും അയാളുടെ മകന്റെ പേരും അഡ്രസ്സും ഡയറിയിൽ കുറിച്ചിട്ടു. അപ്പം തന്റെ ഡൽഹി ചെന്നിട്ട് തിരക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പേരും മകന്റെ പേരും ആ അഡ്രസ്സും എന്ത് ചെയ്തു, നമ്മുടെ കവിയുടെ ഡയറിയിൽ കുറിച്ചിട്ടു. ഡൽഹിയിൽ എത്തിയാൽ ഉടൻ അയാളുടെ മകനെ കാണാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഞാൻ യാത്രയായി. അപ്പൊ എന്താ, ഡയറിയിൽ തന്റെ മകന്റെ പേരും അഡ്രസ്സും അച്ഛന്റെ പേരും എഴുതിയിട്ടിട്ട് എന്ത് ചെയ്തു, ഡയറിയിൽ എഴുതിയിട്ടിട്ട് അയാൾ യാത്രയാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു, ഡൽഹിയിൽ എത്തിയാൽ ഉടൻ തന്റെ മകനെ കാണാമെന്ന് അയാൾ ഉറപ്പ് നൽകിയിട്ട് യാത്ര. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കുറെ ആയി സംസാരിച്ച് നമ്മൾ തുടങ്ങിയിട്ടല്ലേ, കഥ വായിച്ചു തുടങ്ങിയിട്ട്. തോനെ കേട്ട് കഴിഞ്ഞാൽ കഥയായാലും എന്ത് ചെയ്യും, നമുക്ക് ബോറടിക്കും. അധികമായ അമൃത വിശ്വാസം കേട്ടിട്ടില്ലേ, അതുപോലെ നമുക്ക് തോനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും പ്രയാസമായിരിക്കും, നമുക്ക് ബോറടിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് വേറെ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി. ഇയാളെ യാത്ര തുടങ്ങിക്കോ, ഇനി എവിടെ ചെല്ലും,
ഡൽഹിയിൽ എത്തിയിട്ട് തന്നെ അയാളുടെ മകനെ കാണുമോ എന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ഇത്രയും നല്ല രീതിയിൽ വായിക്കാം. നല്ല രീതിയിൽ വായിക്കാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വായിക്കും. ടെക്സ്റ്റ് ഇല്ലാത്തവര് അടുത്ത ആരെങ്കിലും ചോദിച്ചിട്ട് ആ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കാം. നന്ദി.